ഇടതുപക്ഷത്തിനും സിപിഎമ്മിനും വലിയ സന്ദേശം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചന. നിയമത്ത് മാത്രമായി നിയമത്തേക്ക് ചുരുങ്ങുന്നു ബി ജെ പി. 5134 വോട്ടിന് LDF മുന്നിൽ. നിയമത്തെ 4 റൗണ്ടിലും ബി ജെ പി ആണ് മുന്നിൽ എന്നുള്ളതാണ്. 4 റൗണ്ട് കഴിയുമ്പോൾ ബി ജെ പി മുന്നിലാണ് എന്നുള്ളതാണ്. ബി ജെ പിക്ക് ലീഡ് ഒരൊറ്റ സീറ്റിലേക്ക് ചുരുങ്ങുന്നു. ബി ജെ പി ഒരേ ഒരു സീറ്റിലേക്ക് മാത്രം ഒതുക്കുന്നു. നിയമം മാത്രമാവുന്നു. തിരുവല്ല കൈവിടുന്നു, സൗത്ത് കൈവിടുന്നു, ഒപ്പം തന്നെ മഞ്ചേശ്വരം കൈവിടുന്നു. തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 16 റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ കളക്കൂട്ടത്ത് 354 വീണ്ടും ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ്. എത്ര നേരമായില്ലേ? LDF UDF വോട്ട് വ്യത്യാസം 354 മാത്രമാണ് നിലവിൽ കഴക്കൂട്ടത്തുള്ളത്. LDF മുന്നിട്ട് നിൽക്കുന്നത് 354 വോട്ടിന് മാത്രമാണ്. ഇപ്പോഴും ഫോട്ടോ ഫിനിഷുള്ള മണ്ഡലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 354 വോട്ടിന് മാത്രമാണ് LDF കഴക്കൂട്ടത്ത് 16ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇപ്പോഴും തുടരുന്നത്. കഴക്കൂട്ടത്ത് LDF-ഉം NDA-യും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ NDA-യുടെ അക്കം 2-ൽ നിന്ന് 3-ലേക്ക് ആകുമോ എന്നുള്ളതാണ് ആശങ്ക. വിജയം BJP പ്രവർത്തകർ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും 265 വോട്ടിന്റെ ലീഡാണെന്ന് പറയുമ്പോൾ അവരത് വിജയം ഉറപ്പിക്കുകയാണ്. വി മുരളീധരന്റെ വിജയം ഔദ്യോഗികമായി ഉറപ്പിച്ചിട്ടില്ല സ്മൃതി. അതിനകത്ത് ചില അവസാനവട്ട വോട്ടിന്റെ കണക്കുകൾ വരാനുണ്ട് എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. എങ്കിൽ പോലും 265 വോട്ട്, അതായത് ഇനി ഒരു റൗണ്ട് കൂടി ഇനി എണ്ണാൻ ബാക്കിയുണ്ട് എന്നാണ്. 20 വോട്ടിന് ജയിച്ചു എന്നാണ് കേട്ടോ. 20 വോട്ടിന് വി മുരളീധരൻ ജയിച്ചു എന്നുള്ള വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP-ക്ക് 3ഇടത്ത് വിജയം എന്നുള്ളതാണ് വലിയ വിജയമാണ്. BJPയെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അങ്ങനെയെങ്കിൽ 20 വോട്ടിന് കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അത് കേരളത്തിൽ വലിയ നേട്ടമാണ്. പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുന്നു, അസമിൽ അധികാരം പിടിക്കുന്നു, കേരളത്തിൽ 3ഇടത്ത് വിജയിക്കുന്നു, പുതുച്ചേരിയിൽ അധികാരം പിടിക്കുന്നു, കേരളത്തിൽ 3 സീറ്റ്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേമം കഴക്കൂട്ടം A ക്ലാസ് മണ്ഡലങ്ങളായ നേമം കഴക്കൂട്ടം ചാത്തന്നൂര് 3ഇടത്ത് BJP വിജയം എന്നുള്ളതാണ്. BJP അക്കൗണ്ട് തുറക്കുമ്പോൾ അത് 3ആയി തുറക്കുന്നു എന്നുള്ളതാണ്. AB വാജ്പേയി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് 3 സീറ്റാണ് BJPക്ക് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത്. BJP ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആ 3 സീറ്റിൽ നിന്നാണ് BJP ലോക്സഭയിൽ അധികാരം നേടാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത്. ഏതായാലും കേരളത്തിൽ അങ്ങനെയായിരിക്കുമോ BJPയുടെ ഇനിയുള്ള നീക്കം എന്നറിയാനൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കാം. എല്ലാ ഘട്ടത്തിലും വോട്ട് ഷെയർ കൂട്ടുന്നു എന്ന് മാത്രമാണ് നമ്മൾ BJP പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വിജയിച്ചിരിക്കുന്നു 3ഇടത്ത് എന്നുള്ളതാണ്. അടുത്ത ഘട്ടം 3-ൽ നിന്ന് എത്രയിലേക്ക് എന്നുള്ളതായിരിക്കും. BJP 3ഇടത്ത് വിജയിക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ടെന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ 20 വോട്ട് വിജയിച്ചു എന്ന് BJP നേതാക്കൾ പ്രഖ്യാപിക്കുന്നവർ കാർഡിറക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിച്ചു എന്ന് സ്ഥിരീകരിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. വിജയിച്ചു എന്ന് പറയുന്നു. എത്താനുള്ള അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന നടത്താനുള്ള സമയമായി CPM അതിനെ കാണേണ്ടതുണ്ട് എന്നതാണ്. CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നോക്കൂ, 3ഇടത്ത് വിജയിച്ചിരിക്കുന്ന BJP ഒന്നുകൂടി ഗ്രൗണ്ട് വലുതാക്കുകയും മുന്നോട്ട് കയറുകയും ഒക്കെ ചെയ്യും. അതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും BJP കരുത്തുകൂട്ടി കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ശക്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ CPM-നെ പോലെ ഇടതുപക്ഷത്തെ പോലെ ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ ഉണ്ടാകേണ്ടത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ്. അപ്പോൾ ഈ തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷം ഇനി ശക്തിപ്പെട്ട് മുന്നോട്ട് വരേണ്ടതാണ്. അതിനായി CPIM എന്തൊക്കെ തീരുമാനമെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പാഠം പഠിച്ചാൽ അവർക്ക് കൊള്ളാം. പശ്ചിമ ബംഗാൾ ഒരു സൂചനയാണ്. ഇപ്പോൾ ഇതാ തൃണമൂൽ കോൺഗ്രസിനും CPM-ന്റെ പിന്നാലെ അതേ ഗതിയിലേക്ക് വരുമ്പോൾ അവർ ബദലായി കണ്ടിരിക്കുന്നത് BJP ആണെന്നുള്ള ഞെട്ടിക്കുന്ന ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. ഇവിടെ 3ഇടത്ത് BJP വിജയിക്കുമ്പോൾ, കേരളത്തിൽ 3ഇടത്ത് BJP താമര വിരിയുമ്പോൾ അത് CPM-ന്റെ മണ്ഡലങ്ങളിലാണ് എന്നുകൂടിയുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. വിജയിക്കുമ്പോൾ അത് CPM-ന്റെ സീറ്റുകളിലാണ് BJP വിജയിച്ചിരിക്കുന്നത്. ഇത് പടിപടിയായി എല്ലായിടത്തും BJP കടന്നു കയറുന്നത് ഇങ്ങനെയാണെന്ന് നമുക്കറിയാത്തതല്ലോ. പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ എല്ലായിടത്തും അത് സംഭവിക്കുമ്പോഴും ഇവിടെ അത് നമ്മൾ സംഭവിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യമാണ്. പല പ്രതികരണങ്ങളും BJP നേതാക്കളാണോ നടത്തുന്നത്, CPM നേതാക്കളാണോ എന്ന് സംശയിച്ചു പോകും. ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അത്തരം വർഗീയ പ്രതികരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്.